നമസ്കാരം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ദുരൂഹതകളേറുന്നു. സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം ഹോസ്റ്റൽ അന്തേവാസികളും വിദ്യാർത്ഥികളും കൂട്ടത്തോടെ സിനിമയ്ക്കും ഉത്സവത്തിനും പോയതിൽ ദുരൂഹത. ഫെബ്രുവരി 18 ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്നേ ദിവസം ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ കൽപ്പറ്റയിലും ബത്തേരിയിലും സിനിമയ്ക്ക് പോയതായും ബാക്കിയുള്ളവർ തലശ്ശേരിയിലും കണ്ണൂരിലും ഉത്സവത്തിന് പോയതുമാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന് ലഭിച്ച മൊഴി. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ മൊഴിയിലും അസ്വാഭാവികതയാണ് കാണുന്നത്. സംഭവ ദിവസം ഹോസ്റ്റലിലുള്ളവരാരും സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതും സിനിമ ടിക്കറ്റ് വരെ സൂക്ഷിച്ചു വെച്ചു എന്നതും ദുരൂഹതകൾ ബാക്കിയാക്കുകയാണ്. തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് മാറ്റിയതെന്ന സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. മൊഴിയിൽ സിദ്ധാർത്ഥൻ ശുചിമുറിയിലേക്ക് നടന്നു പോകുന്നതായി കണ്ട ഒരു വിദ്യാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് മാറ്റിയതെന്ന സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. മൊഴിയിൽ സിദ്ധാർത്ഥൻ ശുചിമുറിയിലേക്ക് നടന്നു പോകുന്നതായി കണ്ട ഒരു വിദ്യാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ മുതൽ സിദ്ധാർത്ഥൻ ഡോർമെട്രിയിലെ കട്ടിലിൽ പുതപ്പ് തലയിലൂടെ മൂടിയ നിലയിൽ കിടക്കുന്നതായി മൊഴി കൊടുത്തവരാണ് അധികവും.